പറ്റില്ല. എന്നെ കൊണ്ട് കഴിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അവൻ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ക്ഷമ വേണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന്. കിടക്കവിടെ. വളരെ നന്ദി നറൂട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ രക്ഷപ്പെടുത്തൽ പ്ലാൻ കണ്ട് നീ എന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു. സാക്ര, എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെയും പെൺകൊച്ച് മനസ്സിലായി. എടാ, നീ നേരത്തെ കണ്ട നിഞ്ചയാണത്. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ സുരക്ഷിതരായ സ്ഥിതിക്ക് ആ മുറിവൊന്ന് പരിശോധിക്കട്ടെ. അതേതായാലും കൊള്ളായിരുന്നു. നീ അങ്ങനെ തന്നെ ഇരുന്നോ അവിടെ. ഇതൊക്കെ എന്ത്? അത് കിട്ടി. വാ, നമുക്ക് ഇവിടുന്ന് പോകാം. എന്തൊരു വേഗതയാ, പ്രത്യേകിച്ചോട് രക്ഷപ്പെടുമ്പോ. നാരോട്ടോ, നീ എന്തോ മറന്നുപോലെ തോന്നല്ലോ. സാക്കുറ എവിടെ പോയി? അയ്യോ, അത് ശരിയാ. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഭാഗ്യം നിനക്കൊന്നും പറ്റിയില്ലല്ലോ സാസ്മേ. എന്തുപറ്റി? നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നോട്? അപ്പോ നിന്റെ പുതിയ സുന്ദരിയായ കൂട്ടുകാരി ആരാ? അതെ, അവളുടെ അടുത്തുനിന്ന് ഇത്തിരി മാറി നിന്നോ. നീ സീരിയസ് ആയിട്ടാ ഞാൻ അവളെ വളയ്ക്കാൻ ശ്രമിക്കുന്നെന്ന് കരുതിയോ? അവളൊരു ചെറിയ കുട്ടിയല്ലേ. മാത്രമല്ല ഞാനെപ്പോഴും ഇതിനെ കുറിച്ച് മാത്രമാണോ ചിന്തിച്ചോണ്ട് നടക്കുന്നേ? അത് മാത്രമേ ഉള്ളൂ. താനെന്താണോ ഈ പെൺപിള്ളാരുടെ ഇടയിൽ? ഞാനല്ലല്ലോ, എന്റെ ചുറ്റുമല്ല പെൺകുട്ടികൾ നിൽക്കുന്നത്. നിന്റെ അധ്യാപകരോട് അല്പമൊക്കെ ബഹുമാനം കാണിക്കുന്നത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. നീ ഇങ്ങനെ സംസാരിച്ചാൽ ആ സാക്കുറ എന്ത് വിചാരിക്കും? നിങ്ങളോടുള്ള ബഹുമാനം എനിക്ക് എപ്പോഴേ പോയി കഴിഞ്ഞു. അപ്പോ നീ ഇവിടുന്ന് ചാടിന്ന് കേട്ടല്ലോ. പരിശീലനം തുടങ്ങാൻ അത്രയ്ക്ക് തിരക്കായോ? നമുക്ക് കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങിയാ മതിയോ? അതിനുമുമ്പ് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അറിയാലോ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? നാരുട്ടോ, ഇത് സാധ്യമല്ല. അങ്ങനെ ചെയ്യരുത് നാരുട്ടോ. സുന്ദരിയായ ഒരു സ്ത്രീയുടെ മൃദുല സ്പർശം പോലെ ഹൃദയത്തിൽ തൊടുന്ന മറ്റൊന്നില്ല. എനിക്ക് എത്രയും വേഗം ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടണം. വേഗം തന്നെ കഴിയുന്നതാ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടുന്ന് പുറത്തു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒന്ന് ക്ഷമിക്കെന്റെ കൂട്ടുകാരാ, എനിക്ക് തോന്നുന്നില്ല. നീ വന്നതുപോലെ തന്നെയാ ഞാനും ഇങ്ങോട്ട് എത്തിയത്. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്ന പ്രശ്നമൊന്നും നിർത്താതെ അത് നിനക്കൊരു... എനിക്ക് ഒളിഞ്ഞു നോക്കണമെങ്കിൽ ഒരിക്കലും അതൊരു വയസ്സേ ആയിരിക്കില്ല.